എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 VHSE സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അലേർട്ട് ബാൻഡ് കാൻഡിഡേറ്റ്സ് എന്നിങ്ങനെ കാണിക്കുന്നുണ്ടോ? ഒരുപാട് വിദ്യാർത്ഥികൾ പരാതി പറഞ്ഞു. അപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന ഇതിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ മാർക്കുണ്ട്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് തന്നെ വീഡിയോയിലേക്ക് VHSE സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. ഒരുപാട് വിദ്യാർത്ഥികൾ പേഴ്സണലായിട്ടും അല്ലാതെയും കമൻറ്റായിട്ടും ഒക്കെ ഒരുപാട് ചോദിച്ചതാണ്. അലേർട്ട് ബാഡ് കാൻഡിഡേറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ എന്ത് ചെയ്യും? അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും തെറ്റായത് കൊണ്ടാണെന്നല്ല. നമ്മളിപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം. ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് കഴിയുമ്പോൾ ബാഡ് കാൻഡിഡേറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, അവിടെ നിങ്ങളോട് എന്തല്ല HSCയുടെ നമ്മൾ കാര്യം എടുക്കുകയാണ്, അവിടെ ആപ്ലിക്കേഷൻ നമ്പറാണ് ചോദിക്കുന്നത്. പക്ഷേ VHSCയുടെ കാര്യം എടുക്കുമ്പോൾ അവിടെ യൂസർ നെയിമാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ തെറ്റായതുകൊണ്ടല്ല, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രിൻറ്റിൽ ആപ്ലിക്കേഷൻ ഐ ഡി എന്ന നമ്പറായിരിക്കും നിങ്ങൾ ആ യൂസർ നെയിമിൻ്റെ സ്ഥാനത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അവിടെ അതല്ല വേണ്ടത്. നിങ്ങൾ ഈ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഒരു യൂസർ നെയിം നിങ്ങൾ നൽകിയിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ ഒരു യൂസർ നെയിം കാണും. ആ യൂസർ നെയിം പിന്നെ പാസ്വേഡ്, പിന്നെ അവിടെ ഒരു ക്യാപ്ച കോഡുണ്ട്. അത് നൽകി ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ യൂസർ നെയിം എന്ന സ്ഥാനത്ത് നിങ്ങൾ എന്തല്ല കൊടുക്കേണ്ടത്? ആപ്ലിക്കേഷൻ നമ്പറല്ല. ആപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി നിങ്ങളുടെ പ്രിൻ്റ് ഔട്ടിലുണ്ട്. പക്ഷേ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നത് കൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? അലേർട്ട് ബാഡ് കാൻഡിഡേറ്റ്സ് അലേർട്ട് ബാഡ് കാൻഡിഡേറ്റ്സ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറല്ല അവിടെ എൻ്റർ ചെയ്യേണ്ടത്. പകരം എന്ത് തന്നെയാണ്, അവിടെ ഒരു യൂസർ നെയിം ഉണ്ട്. ഇപ്പോൾ എൻ്റെ പേര് സ്കറിയ എന്നാണെങ്കിൽ എനിക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻ ഒരു 127 ആണ് എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് വിചാരിച്ചോ. പക്ഷേ ഞാൻ ആപ്ലിക്കേഷൻ നമ്പറല്ല എന്ത് ചെയ്യേണ്ടത്, അവിടെ എൻ്റർ ചെയ്യേണ്ടത് എൻ്റെ യൂസർ നെയിമായിട്ടുള്ള സ്കറിയ എന്നാണ്. ഞാൻ സ്കറിയ തന്നെയാണ് ഡയറക്റ്റ് കൊടുക്കാറ്. അപ്പം ഈ സ്കറിയ എന്നുള്ള യൂസർ നെയിം എൻ്റർ ചെയ്തിട്ട് വേണം എൻ്റെ റിസൾട്ട് എനിക്ക് പരിശോധിക്കേണ്ടത്. അപ്പം പല വിദ്യാർത്ഥികളും എന്നോട് പ്രശ്നത്തിൽ ചോദിച്ച പരിഹാരമാണ്, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന്. അപ്പം നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ഇന്നിപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ, ചിലപ്പോൾ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ സംഭവിക്കാറുണ്ട്. നിങ്ങളുടെ പാസ്വേഡ് ഒരക്കൗണ്ട് മാറിപ്പോയാലോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അലേർട്ട് ബാഡ് കാൻഡിഡേറ്റ്സും കാണിക്കാറുണ്ട്. അന്നേരം നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഫൊർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണും. ഫൊർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചോദിക്കുന്ന ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഫോർഗോട്ട് പാസ്വേഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യാൻ ചോദിക്കും. അത് കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ എൻ്റർ ആയി കിട്ടുന്നതായിരിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 2 പരിഹാരം, ചിലപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ, യൂസർ നെയിം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കൊരു യൂസർ നെയിം ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് ചിലപ്പോൾ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ മൊബൈൽ. അത് നിങ്ങൾ നോക്കിക്കൊള്ളുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിമും മാറ്റാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കി നിങ്ങൾ അതെന്ത് ചെയ്തുകൊള്ളുക. നിങ്ങൾ യൂസർ നെയിം അറിയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ യൂസർ നെയിം മാറ്റാൻ ഒരു ഓപ്ഷൻ അവിടെ കാണുന്നില്ല, പക്ഷേ അതിനെന്തെങ്കിലും ഓപ്ഷൻ അവിടെ കാണും. നിങ്ങൾ എന്ത് ചെയ്യുക? VHSCനെ ഒഫീഷ്യലായിട്ട് തന്നെ കോൺടാക്ട് ചെയ്തുകൊള്ളുക. അത് നിങ്ങൾക്ക് VHSCയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു 3 ഡോട്ട്സോ എന്തൊരു ബാർ ഇങ്ങനത്തെ എന്തൊരു ഓപ്ഷൻ അവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റ് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് കോൺടാക്റ്റ് അസ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് VHSCനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കിട്ടും. അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ചോദിക്കുക. പാസ്വേഡാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ പാസ്വേഡിനുള്ള പരിഹാരം അവിടെ എന്തുണ്ട്? ഫോർഗോട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ യൂസർ നെയിമിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തതായിരിക്കും അലേർട്ട് ബാഡ്. ഇതിൽ എന്ത് ഇഷ്യൂ ആകാം. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് കറേജ് ചെയ്തിട്ട് റിസൾട്ട് പരിശോധിച്ചോളുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.